പുതുപ്പൂറി പൊലയാടി വിളയാടി ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പരിചയപ്പെടുത്താൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ PC ലെവൽ ഗ്രാഫിക്സ് വരുന്ന കിഡ്ലൻ ആൻഡ്രോയിഡ് ഗെയിംസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ 1 അല്ല 2 അല്ല 6 ഗെയിംസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതോടെ നമ്മുടെ ഗെയിമിന്റെ പവർ കൂടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനത്തെ ഗെയിം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വീഡിയോ മാക്സിമം ഷോർട്ട് ആയിരിക്കും. അപ്പോൾ ഗോയിങ് നമ്പർ 6. അപ്പോൾ ഇപ്പോൾ 6ാമത്തെ ഗെയിം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിമിനാണ്. ഈ ഗെയിമിന്റെ പേര് വൈൽഡർലെസ് എന്നാണ്. കിഡ്ലൻ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. വെറും 150 MB മാത്രമേ നമ്മളെ ആൻഡ്രോയിഡിൽ സൈസ് ആയിട്ട് വരുന്നുള്ളൂ. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ റാൻഡം മാപ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ സെയിം മാപ്പ് ആവില്ല നമ്മൾ ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും. കിഡ്ലൻ വൈബാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് എന്തായാലും ഫ്രഷ് ആവും ഈ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസിനെ എങ്ങനെ കയറ്റാമെന്ന് നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് അറിഞ്ഞ് വിശ്വസിക്കുന്നത് പറഞ്ഞു തരാൻ പാടില്ല, റൂൾസിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫായിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ ഗോൾ നമ്പർ 5. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റാവുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഗെയിമിൻ്റെ പേരാണ് GTA 5 RTX Epic ഫോർ ആൻഡ്രോയിഡ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് കറക്റ്റ് GTA 5 ഒന്നുമല്ല, GTA 5 ഫാൻ മെയ്ഡ് വെർഷൻ ഫോർ ആൻഡ്രോയിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഫാൻ ഉണ്ടാക്കിയ ഗെയിമാണ്. അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ആളുണ്ടാക്കിയ ഗെയിമാണ്. അപ്പോൾ കുറച്ച് ബഗ്സും ഗ്ലിച്ചസും ഒക്കെ കാണും. ഫുൾ മാപ്പ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് GTA 5ൻ്റെ ഇച്ചിരി GTA 5 പോലെ തോന്നുന്ന ഇച്ചിരി അതേപോലെ ഏകദേശം തോന്നുന്ന ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട്, ഫോണിൽ കളിക്കാൻ താല്പര്യമുണ്ട്, കളിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ മെഷീനൊന്നും അവൈലബിൾ അല്ല, ഓഫ്ലൈനും ആണ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. 300 MB അടുത്ത് അങ്ങനത്തെ സൈസ് വരുന്നുണ്ട്. ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്പർ 4 ഏലിയൻ ഐസൊലേഷൻ ആണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇതൊരു ചെറിയ ഹൊറർ ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോണിൽ കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഗ്യാരണ്ടി ഒരിക്കലും തരില്ല. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഗെയിം പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ. പൈസ കൊടുക്കാണ്ട് ഓസിനെ എങ്ങനെ കയറ്റുക എന്നുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ച ഗെയിമുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ കയറി ഡൗൺലോഡ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ ആ ഒരു വിചാരിച്ച ഗെയിമിൻ്റെ പേര് മാത്രം യൂട്യൂബിൽ അടിച്ചാൽ ഗെയിം പ്ലേ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അല്ല എൻ്റെ വീഡിയോ മാത്രം ജസ്റ്റ് ഇത് കണ്ടിട്ട് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പറഞ്ഞ ഗെയിം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഗോയിങ് നമ്പർ എത്തിയായിരുന്നു മറന്നല്ല. ഗോയിങ് നമ്പർ 3 ARK സർവൈവൽ ഇവോൾവ്ഡ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് പലർക്കും അറിയുന്നതും പലരും ആദ്യം കളിച്ചിട്ടുള്ള ഗെയിം ആയിരിക്കും. എന്നാലും സ്റ്റിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു ഗെയിം കിണ്ണങ്കാച്ച ഗെയിമാണ്. പക്ഷേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന നേരത്തെ ചിലപ്പോൾ നിങ്ങൾ കണ്ടോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കുറച്ച് പഴയ ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ലേറ്റസ്റ്റ് ഫോണിലൊന്നും ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റാൻ ചിലപ്പോൾ കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ARK സർവൈവൽ ഇവോൾവ്ഡ് എന്ന് അടിച്ചിട്ട് അവിടുന്ന് എപ്പിക് ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ PC യിലുള്ള സർവൈവൽ ഗെയിമിനെ പോലെ തന്നെയാണ് ഈ ഒരു ഗെയിം ഇവിടെ ആൻഡ്രോയിഡിലും ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കിഡ്ലൻ ഒരു വൈബ് തന്നെയാണ് ഈ ഒരു ഗെയിം കളിക്കാൻ. ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഡൈനോസേഴ്സ് ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് സർവൈവ് ചെയ്യണം, ക്രാഫ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ തന്നെയാണ് ഈ ഒരു ഗെയിമിലുള്ളത്. അപ്പോൾ എനിക്ക് നമ്പർ 2 ഡെഡ് ബൈ ഡയലൈറ്റ് മൊബൈൽ. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലെയർ ആക്ഷൻ ഹൊറർ ത്രില്ലിംഗ് ഗെയിമാണ്. ഇതിനെ പറ്റി ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 4 പേർക്ക് സ്കോളായിട്ട് കളിക്കാൻ പറ്റും. ഒരു കില്ലർ ഉണ്ടാവും, 4 സർവൈവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കില്ലറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, എന്നിട്ട് നമ്മൾ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു തീമാണ് ഈ ഒരു ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, 6 GB മുകളിലുണ്ട്. കുറച്ച് സൈസ് കൂടുതലാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം PC യിലുണ്ട്, അതേപോലെ തന്നെ ഫോണിലുണ്ട് കേട്ടോ. പക്ഷേ ഒരു ചെറിയ സീൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗെയിം ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു മുന്നേ. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൈലബിൾ അല്ല പ്ലേ സ്റ്റോറിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഗൂഗിളിൻ്റെ പുറത്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. മിക്കവാറും ടാപ്പിൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ കളിക്കാൻ VPN കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് നോക്കാം ഈ ഒരു ഗെയിം. 5 പേര് നിർബന്ധമൊന്നുമില്ല, പക്ഷെ 5 പേര് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് കളിക്കാൻ പറ്റും ഈ ഒരു ഗെയിം. നമ്മുടെ ലിസ്റ്റിലെ 1ാമത്തെ ഗെയിമിൻ്റെ പേരാണ് എന്താ അതിൻ്റെ പേര്, അൺഡൗൺ. ഈ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-9 GB ഉണ്ട് ഈ ഗെയിം. ഞാൻ പറഞ്ഞല്ലോ, ഗെയിം നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്ന ഒരു ഗെയിമിൻ്റെ പവർ കൂടി വരുന്നു. അപ്പോൾ ഇതിന് A1 പൊസിഷൻ ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗെൻഷിൻ ഇമ്പാക്ട് കളിച്ചതിന് ശേഷം പേഴ്സണലി ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഗെയിം ഈ ഒരു ഗെയിമാണ്. അതായത് ഗെൻഷിൻ ഇമ്പാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കിടിലനായി തോന്നിയ ഒരു ഗെയിം ഈ ഒരു ഗെയിമാണ്. അത്യാവശ്യം എക്സ്പാൻസീവ് ആയിട്ട് വലിയ മാപ്പാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് PC യിലുള്ള ലാസ്റ്റ് ഓഫ് അതേപോലെ തന്നെ ഡേയ്സ് ഗോണിൻ്റെയും രണ്ടും പാടെ ചേർന്നൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു അൺഡൗൺ എന്ന് വേണ്ടി നമുക്ക് പറയാം.
പിന്നെ ഇത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സിനായിട്ട് അതും 20 പേരായിട്ട് നമുക്ക് ടീം അപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. 4 പേരോ 5 പേരോ ഒന്നുമല്ല, 20 പേര് വരെ നമുക്ക് മാക്സിമം ടീം അപ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗെയിമിൻ്റെ തീം എന്ന് പറയുകയാണെങ്കിൽ രാത്രി ആവുന്ന നേരത്ത് സോംബീസ് വരും, സോംബീസിന് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഷെൽട്ടറിൽ പോയി വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ ചുമ്മാ ഒന്നും കിട്ടില്ല ഇതിൽ. ഗണ്ണ് കിട്ടണമെങ്കിലും ഗണ്ണിൻ്റെ ഉണ്ട കിട്ടണമെങ്കിലും എന്ത് കിട്ടണമെങ്കിലും നമ്മളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. ഒരു ബിഗിനറിന് മേ ബി സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇതാണ് ഗെയിം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് സാധാരണ ഗെയിം പോലല്ല. ഈ ഒരു ഗെയിമിൽ റിയൽ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ ബോഡി ആൻഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. എക്സസൈസ് ചെയ്യണം, പിന്നെ മുള്ളാൻ മുട്ടി കഴിഞ്ഞാൽ മുള്ളാൻ പോകണം, ബാത്റൂം പോകാൻ മുട്ടി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം. പിന്നെ ഇതിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഓപ്ഷൻസ് വേണമെങ്കിൽ പറയാം. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീന് നോക്കിയാൽ മനസ്സിലാവും, മുകളിലൊക്കെ ഫുൾ ഓപ്ഷൻസോടെ നിറഞ്ഞ് കിടക്കുകയാണ്. ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളും ഓപ്ഷൻസൊക്കെ കുത്തിത്തിരികി വെച്ചൊക്കെയാണെങ്കിൽ മൊബൈലിൻ്റെ ഈ ഒരു ഗെയിമിനകത്ത്. ഈ ഒരു ഗെയിം മൊബൈലിലും പി സിയിലും ഉണ്ട്. മൊബൈൽക്കാർക്കും പി സിക്കാർക്കും തമ്മിൽ കണക്ട് ചെയ്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ. എക്സ്ട്രാ ഒരു ടിപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ രാവിലെ കോളേജിലോ സ്കൂളിലോ പോകാൻ നേരത്തെ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഇസ്തിരി ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ ഈ ഗെയിം ഓപ്പൺ ചെയ്യുക, 1-2 മിനിറ്റ് ജസ്റ്റ് ഈ ഒരു ഗെയിം കളിക്കുക, ദെൻ ബൂം, നിങ്ങൾക്ക് ആ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇസ്തിരിപ്പെട്ടിൻ്റെ ആ ഒരു സെയിം പവർ കിട്ടും നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ബാക്കിൽ. അതിൽ ചൂടുണ്ടാവും. നേരെ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തേക്കുന്ന പോലെ തേക്കുക, നൈസായിട്ട് നിങ്ങളുടെ പരിപാടി നടക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം മാക്സ് ഗ്രാഫിക്സ് കിട്ടും 1-2 മിനിറ്റ് കൊണ്ട് ഫോൺ ചുട്ടു വയ്ക്കും. എങ്ങനെ ഫോൺ ചുട്ടു വയ്ക്കാണ്ടിരിക്കും? PC ലെവൽ ഗ്രാഫിക്സ് ഉള്ള ഈ മൊബൈലിൽ കുത്തിക്കെത്തിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു ഡെവലപ്പേഴ്സ് നല്ലൊരു ഷൗട്ട് ഔട്ട് കൊടുക്കണം. കാരണം ഇത്രയും ഗ്രാഫിക്സിൽ മൊബൈലിൽ ഇറക്കി കഴിഞ്ഞില്ലേ, ചുട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും ഗ്രാഫിക്സ് മൊബൈലിൽ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ എന്തായാലും പോയി ഞാൻ ഈ പറഞ്ഞ 6 ഗെയിമുകളിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ 6 ഗെയിം കൂടാണ്ട് വേറെ ഏതെങ്കിലും ഗെയിം നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ തന്നെ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പീസ് ഔട്ട്.